എനിക്ക് വിശ്വാസമുണ്ട് ഈ മേഘം വൈകുന്നേരം വരെ ഇങ്ങനെ കാണും. അപ്പോൾ നിനക്ക് അത്രയ്ക്ക് ദാഹവും വരില്ല, തലയും കറങ്ങുകയില്ല. എനിക്ക് വേണ്ടി നീ ഇങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നു യേശു. നീ തിരിച്ച് നിന്റെ വീട്ടിൽ പൊക്കോളൂ. ഞാൻ ഒരിക്കലും പോവുകയില്ല. ഞാൻ വൈകുന്നേരം വരെ ഇവിടെ കാണും, നിന്റെ കൂടെ തന്നെ. ശിക്ഷ എനിക്കല്ലേ കിട്ടിയത്, പിന്നെ നീ എന്തിനാ കാരണം ഞാൻ നിന്റെ കൂട്ടുകാരനാണ്. പിന്നെ കൂട്ടുകാർ വിഷമഘട്ടത്തിൽ കൂട്ടുകാരെ ഒറ്റയ്ക്കാക്കാറേ ഇല്ല. എനിക്കൊരിക്കലും നിന്റെ വിഷമം മാറ്റാൻ കഴിയില്ല, പക്ഷെ എനിക്ക് എന്തായാലും നിന്റെ കൂടെ ഉണ്ടാവാൻ സാധിക്കും. നീ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ, യേശു എത്ര പെട്ടെന്നാണ് വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങയുടെ മുമ്പിൽ അപേക്ഷിക്കുക, ലീമയെ അകത്തേക്ക് കയറ്റണം. അവൾ നിങ്ങളുടെ മകളാണ്. പുറത്ത് ഒരുപാട് ആളുകൾ കൂടിയിരിക്കുകയാണ്. അവരെന്തെല്ലാമായിരിക്കും പറയുന്നുണ്ടാവുക. അവളെ വിളിക്കൂ. ശരി, അവളെ കൊണ്ടുവരൂ. എന്തായാലും പറഞ്ഞതുപോലെയുള്ള മത്സരം കഴിഞ്ഞിരിക്കുന്നു. വൈകാതെ യേശു എന്ന നാമത്തിന്റെ പിടിയിൽ നിന്ന് മോചനം കിട്ടും എനിക്ക്. ലീമ മോളെ, ലീമ മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? വരൂ, അകത്തേക്ക് പോവാം. അച്ഛൻ നിനക്ക് അനുവാദം തന്നിട്ടുണ്ട്. വരൂ മോളെ. നീമ, നീമ, കണ്ണു തുറക്കും മോളെ. മോളെ നീമ. യേശു മോനെ, ഇത് നീ കളഞ്ഞേക്ക്. വെള്ളം കുടിക്കൂ. നീമ, എഴുന്നേക്ക് മോളെ, എഴുന്നേക്ക് മോളെ. നീ നീമയ്ക്ക് വേണ്ടി ചെയ്തതിനെല്ലാം ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു യേശു. നീമ, എഴുന്നേക്ക് മോളെ. യേശു,
യേശു എന്തു പറ്റി? ഇന്നത്തെ ഈ ലോകത്ത് ആരും അവരവർക്ക് വേണ്ടി പോലും ചെയ്യാത്ത കാര്യം ഇന്ന് യേശു നീമയ്ക്ക് വേണ്ടി തലയിൽ കല്ല് വെച്ചുകൊണ്ട് വെയിലത്ത് ഇന്ന് മുഴുവൻ വിശന്ന് ദാഹിച്ചു നിന്നുകൊണ്ട് ചെയ്തു. ഇന്ന് രാത്രി മുഴുവൻ യാത്ര തുടർന്നാൽ നാളെ രാത്രി നസ്രത്തിൽ എത്തിച്ചേരും. എനിക്ക് ഈ പറയുന്ന പ്രവചനത്തിന്റെ നാടകം എത്രയും പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട്. പിന്നീട് രാജ്യത്തെ സേവിക്കുന്നതിൽ മുഴുകാനാകും. അഥവാ പ്രവചനകാര്യം സത്യമാണെങ്കിലോ? എനിക്ക് പ്രവചനത്തിലോ അതുപോലുള്ള കാര്യങ്ങളിലോ ഒട്ടും തന്നെ വിശ്വാസമില്ല. എനിക്കറിയേണ്ടതെന്തെന്നാൽ യേശു മിശ്രമിൽ ചെയ്ത കാര്യത്തിന്റെ വിജയരഹസ്യം എന്താണെന്നാണ്. അപ്പോൾ അറിയാൻ പറ്റും പ്രവചനകാര്യം നടക്കുമോ എന്നുള്ളത്. എല്ലാം അറിയാൻ പറ്റും. ആ രഹസ്യം അറിഞ്ഞതിനു ശേഷം അഥവാ പ്രവചനകാര്യം ശരിയാണെന്ന് തോന്നിയാലോ? എന്നാലും എനിക്ക് യേശുവിന്റെ കാര്യത്തിൽ അസ്വസ്ഥതയുണ്ടാകും. അഥവാ അവൻ നല്ല കുട്ടിയായാൽ ഞാൻ ദൈവത്തോട് മാപ്പ് ചോദിച്ചിട്ട് എനിക്കത് ഇഷ്ടമായില്ലെങ്കിൽ അവനോട് ക്രൂരമായി പെരുമാറേണ്ടി വരും. എനിക്ക് ദേശസ്നേഹത്തെക്കാൾ വലുതായിട്ട് ഒന്നും തന്നെയില്ല. ശരിയായാലും തെറ്റായാലും നാളെ രാത്രി എല്ലാം മനസ്സിലാകും. യേശു മോനെ, നീ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. കുറച്ച് എന്തെങ്കിലും കഴിക്കും മോനെ. മോനെ, നീമയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അവളുടെ അമ്മ എന്നോട് പറഞ്ഞു അവള് ഭക്ഷണം കഴിച്ചു തുടങ്ങിയെന്ന്. ഇപ്പൊ വിശ്രമിക്കുകയാണെന്നും. ഇനി കഴിക്കാലോ. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ മോനെ, എന്താ നിനക്ക് ചോദിക്കാനുള്ളത്? എന്റെ മനസ്സ് വിഷമത്തിലാണ്. എങ്ങനെയുള്ള വിഷമം? ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇത്രയും സംഘർഷത്തിന് ശേഷവും നീമ അവളുടെ വീട്ടിൽ സംരക്ഷിക്കുന്നില്ലേ? പക്ഷെ ഇതാണ് എന്റെ മനസ്സിലെ പ്രശ്നം. പരമപിതാവായ നമ്മുടെ ദൈവം നീമയോട് കൃപ ചെയ്ത് അവളുടെ കാഴ്ച കൊടുക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ? ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ സംഘർഷത്തേക്കാൾ സമർപ്പണമാണ് വേണ്ടത്. പക്ഷെ നീമയിൽ സമർപ്പണ മനോഭാവം ഉണ്ടാക്കുന്നതിനായി നമുക്ക് ഒരു ദിവസം കൂടിയല്ലേ ബാക്കി നിൽക്കുന്നുള്ളൂ. അമ്മേ, നാളെ നമുക്ക് പട്ടണത്തിൽ പോകാൻ സാധിക്കുമോ? മോനെ, നീ ഇന്ന് രാവിലെ മുതൽ
വളരെ ക്ഷീണിതനാണ്. നിനക്ക് വിശ്രമത്തിന്റെ ആവശ്യമില്ലേ? അതുകൊണ്ട് നാളെ വൈകി എഴുന്നേറ്റാ മതി. ഇല്ലമ്മേ, ഞാൻ അപ്പോഴേ വിശ്രമിക്കുകയുള്ളൂ. അതായത് നീമ പരമപിതാവായ ദൈവത്തിനു മുന്നിൽ സ്വയം സമർപ്പിക്കുകയും പിന്നെ എപ്പോഴാണോ പരമപിതാവ് അവക്ക് കൃപ ചെയ്ത് അവക്ക് അവളുടെ കാഴ്ച തിരിച്ചു കൊടുക്കുന്നത്. യേശു, യേശുവിനെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. എവിടെ പോയതാ? യേശു, യേശു! നീമയും കൂടി നമ്മുടെ കൂടെ പട്ടണത്തിൽ വന്നോട്ടെ അമ്മേ. നീമയുടെ അച്ഛൻ രാവിലെ മുതൽ പൂജാകാര്യങ്ങളിൽ മുഴുകിയിരിക്കും. ഏകദേശം 1 മണിക്കൂറെങ്കിലും എടുക്കും അതിന്. ശരി, അദ്ദേഹത്തിന്റെ പൂജ തീരുന്നതിന് മുൻപ് തന്നെ ഇവളെ ഞാൻ വിട്ടേക്കാം. വരൂ മോളെ, വരൂ. യേശു, ഇന്നലെ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ പറയാൻ സാധിച്ചില്ല. നീ എന്റെ മകൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഞാൻ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നുവെന്ന് എനിക്ക് പറയാനേ സാധിക്കില്ല. അമ്മൂമ്മ ചേച്ചിയോട് പറയുന്ന കേട്ടിട്ടുണ്ട്, ഈശ്വരൻ ആവശ്യഘട്ടങ്ങളിൽ ഏതൊരു രൂപത്തിലും വന്ന് അവതരിച്ചേക്കുമെന്ന്. അവർ പറഞ്ഞത് സത്യമായിരുന്നു. എനിക്കറിയില്ല ഇന്ന് ഈശ്വരൻ എന്റെ മകൾക്ക് കാഴ്ച നൽകുമോ ഇല്ലയോ എന്ന്. സത്യമായും. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവദൂതനായി നീ എത്തിയതിന് ഞാൻ എല്ലായ്പ്പോഴും കടപ്പെട്ടിരിക്കും യേശു, എല്ലായ്പ്പോഴും. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, പരമപിതാവായ ദൈവത്തിന്റെ ആശീർവാദത്താൽ നീമയ്ക്ക് അവളുടെ കാഴ്ച എന്തായാലും തിരിച്ചു കിട്ടുമെന്ന്. നിനക്കറിയാമോ നീമ, കഴിഞ്ഞ തവണയുണ്ടല്ലോ ഞാൻ അമ്മയുടെ കൂടെ പട്ടണത്തിൽ വന്നപ്പോൾ ഞാൻ എന്തൊക്കെയാ കണ്ടതെന്ന്? എന്താ? ചിത്രശലഭത്തിന്റെ കൊക്കൂൺ. അമ്മ പറയാറുണ്ട് ചിത്രശലഭങ്ങളെ കാണാൻ നല്ല ഭംഗിയാന്ന്. അതെ, വളരെ ഭംഗിയാണ്. പല നിറത്തിലുള്ള ചിറകുകളുണ്ടവയ്ക്ക്. പക്ഷേ എനിക്ക് ഒരേ ഒരു നിറമേ കാണാൻ പറ്റൂ, കറുപ്പ് നിറം. നിന്റെ കണ്ണുകൾ അടച്ചിട്ട് എന്റെ കണ്ണുകളിലൂടെ നീ ലോകം കാണൂ യേശു. അപ്പു മനസ്സിലാകും എങ്ങനെയാ അന്ധ്യായി ജീവിക്കുന്നതെന്ന്. ഇനി നീ നിന്റെ കണ്ണുകൾ അടച്ചിട്ട് എന്റെ കണ്ണുകളിലൂടെ ലോകമൊന്ന് കാണാൻ ശ്രമിച്ചു നോക്ക്. വരൂ, ഞാൻ എന്റെ കണ്ണുകളിലൂടെ നിനക്ക് പല പല നിറങ്ങൾ കാണിച്ചു തരുന്നതാണ്. ഇത് ചുവന്ന നിറത്തിലുള്ള പൂവാണ് നീമ. പിന്നെ ഇത് റോസ് നിറമാണ്. പിന്നെ ഇതിൽ നീ തൊട്ടു നോക്ക്, ഇതാണ് വെള്ള നിറം. നിറങ്ങൾ കാണാൻ പറ്റിയിരുന്നില്ല, പക്ഷേ നീ എനിക്ക് ഇന്ന് മനസ്സിലാക്കി തന്നു. അനുഭവിച്ചറിയാമെങ്കിൽ കണ്ണുകൾ വേണമെന്നില്ല. അന്ന് നീ മനസ്സിലാക്കി തന്നില്ലേ, എനിക്ക് കാഴ്ചയില്ലെങ്കിലും
മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാൻ പറ്റുമെന്ന്. നീമ, പരമപിതാവായ ദൈവം അനുഗ്രഹിച്ചാൽ പിന്നെ നിനക്ക് നിന്റെ കാഴ്ചയുണ്ടല്ലോ, ഇന്ന് തന്നെ തിരിച്ചു കിട്ടും. എങ്കിൽ പരമപിതാവിനോടുള്ള വിശ്വാസത്തോടെ നിന്റെ കണ്ണുകൾ അദ്ദേഹത്തിന്റെ കാൽക്കൽ സമർപ്പിച്ചു നോക്ക്. കാരണം പരമപിതാവായ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാനായി ഈ സംഘർഷത്തെക്കാൾ സമർപ്പണമാണ് വേണ്ടത് നീമ. സംഘർഷത്തെക്കാൾ സമർപ്പണമാണ് ആവശ്യമുള്ളത്. ശരി യേശു. ശരി മക്കളെ, ഇനി വീട്ടിലേക്ക് പോകാം. റബ്ബി ഗുരുവിന്റെ പ്രാർത്ഥന കഴിയാനുള്ള സമയമായി. പോകാം. അങ്ങനെയാണെങ്കിൽ നിമ്മയെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടുമ്പോൾ കുറച്ച് പൂക്കളും പറിച്ചു കൊടുക്കാൻ നിനക്ക് സാധിക്കുമല്ലോ. ആ, അത് കൊള്ളാലോ. നിങ്ങൾ രണ്ടുപേരും പൊക്കോളൂ, ഞാൻ പൂക്കളുമായി തിരിച്ചു വരാം. ശരി മോനെ, വരൂ മോളെ. ഞാൻ സന്തോഷവാനാണ്, കാരണം നിങ്ങളുടെ സന്ദേശം ദൈവത്തെങ്കിൽ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചതിൽ നമ്മുടേതെന്ന് പറയാൻ ഒന്നുമില്ല. ഉള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ കുമ്പിടുക, കുമ്പിട്ട് ആരാധിക്ക് ഈശ്വരനെ. നീമ ഇതുവരെ എഴുന്നേറ്റ് കണ്ടില്ല. ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ. ചിലപ്പോ അമ്മയും മകളും കൂടി യേശുവിനെ കാണാൻ വീണ്ടും പോയി കാണുമോ? നീമ, ആ മേരിയമ്മേ, യേശുവിന്റെ വാക്കുകൾ കേട്ടിട്ട് നിന്റെ മുഖത്ത് ആശ്വാസം കാണുന്നില്ല, അതേസമയം ആശങ്കയാണ് കാണുന്നത്. നിന്റെ മനസ്സിൽ എന്താ അനുഭവപ്പെടുന്നത്? മേരിയമ്മേ, നീമയുടെ കണ്ണിന്റെ കാഴ്ച ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ദൈവത്തിന് എന്നോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ എന്തിനാ എന്നെ അന്തയാക്കിയത്? നീ ഇതെന്താ? ഇല്ല മേരിയമ്മേ, യേശു എനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തന്നു. പക്ഷേ എനിക്കിപ്പോൾ അത് തെറ്റായി തോന്നുന്നു. എന്തെന്നാൽ ഞാൻ കാരണം യേശുവിന്റെ കണ്ണുകൾ നിറയാനിടയാകുന്നു. നീ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇത് സത്യമാണ് മേരിയമ്മേ. യേശു എന്റെ ദേഷ്യ സ്വഭാവത്തിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിച്ചു. അവരുടെ തെറ്റുകളൊക്കെ ഉണ്ടല്ലോ, നീ അങ്ങ് മറന്നു കളഞ്ഞേക്കൂ. അവരെങ്ങനെയാണോ പരമപിതാവിനോട് പെരുമാറുന്നത്, അതുപോലെ തന്നെ നീ അച്ഛനോടും പെരുമാറും. എന്റെ ഒപ്പം ഒരു ദിവസം വെയിലത്ത് വിശന്ന് ദാഹിച്ചു നിന്നു. എനിക്ക് വേണ്ടി പന്തുണ്ടാക്കി എന്നെ കളിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. നീമ, ഈ പന്ത് പിടിക്കോ. അതുകൊണ്ട് തന്നെ കോപിതനായ എന്റെ പിതാവ് നിങ്ങളോട് ഈ ഗ്രാമം വിട്ടു പോകാൻ ആജ്ഞാപിച്ചില്ലേ? ഒരുപക്ഷെ യേശു എന്നെ വീഴാൻ അനുവദിക്കില്ലായിരിക്കും. ഒരുപക്ഷെ ഞാൻ വീഴിലായിരിക്കും. അതുകൊണ്ട് എന്നോടൊന്ന് ക്ഷമിക്കൂ മേരിയമ്മേ. എന്റെ ദൈവമേ, നിമ ധരിച്ചു വെച്ചിരിക്കുന്നത് അവളുടെ കണ്ണുകൾക്കൊന്നും സംഭവിക്കില്ല എന്നാണ്. യേശു ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മനസ്സ് തകർന്നു പോകും. ഇത് മേടിച്ച നീമ? എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഇന്ന് നീ പരമപിതാവായ ദൈവത്തിന്റെ ആശീർവാദത്താൽ ഈ പൂക്കളുടെ എല്ലാ നിറവും നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണുമെന്ന്. എന്റെ സംശയം ശരിയായിരുന്നു. അമ്മയും മകളും കൂടി യേശുവിനെ കാണാൻ ഉറപ്പായും പോയിട്ടുണ്ട്. രക്ഷപ്പെടില്ല. റബ്ബി ഗുരുവിന്റെ അടുത്തു നിന്നും രണ്ടുപേരും രക്ഷപ്പെടില്ല. നീമ, നീമ എവിടെ പോയി ചത്തു?